ഒരു മനുഷ്യന് അവൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ ദൈവികമായും മാനുഷികമായും ചിന്തിക്കാൻ സാധിക്കും. ആ ചിന്തകൾ കടന്നു വരുമ്പോൾ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. നമ്മളൊക്കെയാണെങ്കിൽ മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു പോകും. ഒരു വേദന വരുമ്പോൾ ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എന്നെ പരിഗണിക്കുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല എന്ന് ചിന്തിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തി ജീവിക്കുന്നു. ദൈവത്തിനും അതുപോലൊരു അവസരം, യേശുവിനും തൻ്റെ ജീവിതത്തിൽ ഒരു അവസരം അങ്ങനെ വന്നു. ആ നിമിഷങ്ങളിൽ രണ്ട് ചിന്തകളും ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. യേശു രണ്ട് ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. ദേ എന്നൊന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? അത് കഴിഞ്ഞ് അപ്പം തന്നെ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ മണിക്കൂറിനല്ലേ ഞാൻ കടന്നു വന്നത്, ഞാൻ ഇതിലൂടെയല്ല ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒന്ന് ചിന്തിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാ സമയത്തും പറ്റിയില്ലെങ്കിലും ചില സമയങ്ങളിലൊക്കെ ഒന്ന് ചിന്തിക്കുക. എൻ്റെ ചിന്തയിലൂടെ ദൈവികമായും മനുഷ്യമായിട്ടും ചിന്തകൾ കടന്നു വരും. വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിമിഷങ്ങളിൽ ദൈവത്തിലേക്കൊന്ന് ആഴപ്പെടാൻ, ദൈവമായ ചിന്ത എന്നിലേക്ക് കടന്നു വരാൻ, കടത്തിവിടാൻ എനിക്കൊന്ന് സാധിക്കട്ടെ. ആ നിമിഷങ്ങളെല്ലാം കഴിഞ്ഞു, നശിച്ചു, ഞാൻ ഒരു ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്നൊരു മാനുഷികമായിട്ടുള്ള തെറ്റായ ചിന്ത എന്നിലേക്ക് പെടാതിരിക്കട്ടെ. ദൈവം ചിന്തതുപോലെ പിതാവിന് എന്തോ എന്നിലൂടെ പ്രവർത്തിക്കാനുണ്ട്, എന്നിലൂടെ എൻ്റെ പിതാവിന് മഹത്വപ്പെടാനുണ്ട്. അങ്ങനെയൊന്ന് ചിന്തിക്കാൻ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം.